Hey, hello, welcome back to our YouTube channel Vlogs by Sara. അങ്ങനെ ഇന്ന് PNC മാക്കിലെ BSc നഴ്സിംഗ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇഫ് ഇൻ കേസ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ മെയിൻ വെബ്സൈറ്റിൽ ക്ലിക്ക് ഹിയർ ടു സീ ദ BSc നഴ്സിംഗ് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് 2026-27 എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് കണ്ടു. ഇനി കുട്ടികളുടെ മനസ്സിൽ ഓടെത്തുന്ന കുറേ അധികം ചോദ്യങ്ങളും എത്ര വരെ ഉള്ളവർക്കാണ് PNC മാക്കിനകത്ത് അഡ്മിഷൻ കിട്ടുന്നത്, BSc നഴ്സിംഗ്. അതുപോലെ തന്നെ PNC മാക്കിനകത്ത് ഒരു കോളേജ് അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ എനിക്കൊരു LBC, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതുപോലെ തന്നെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എപ്പം വരെ നമുക്ക് ഒരു അലോട്ടഡ് ടൈമിനുള്ളിൽ വേറെ ഏതെങ്കിലും മൾട്ടിപ്പിൾ വെബ്സൈറ്റിന്റെ അലോട്ട്മെന്റ് വരും? അങ്ങനെ നിരവധി അധികം ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഓടിയെത്താം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്യാം എത്ര വരെ ഉള്ളവർക്ക് PNC MAKയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഇയർ അനലിറ്റിക്സും എടുത്ത് നോക്കുമ്പോൾ ഒരു 405 മുകളിൽ ഉള്ളവർക്ക് PNC MAKയിൽ ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും താഴോട്ടുള്ള റാങ്കുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് ഇയർ അനാലിസിസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ 2025 കമ്പയർ ചെയ്യുകയാണെങ്കിൽ 411 വരെയാണ് ഇൻഡെക്സ് മാർക്ക്. 411, 460 411 വരെ ഉള്ളവർക്കാണ് ലാസ്റ്റ് ഇയർ, അതായത് 2025 അഡ്മിഷൻ കിട്ടിയത്. ഇപ്പൊ നമ്മൾ 2024 നോക്കുകയാണെങ്കിൽ അവിടെ 416 ആയിരുന്നു ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് വന്നിരുന്നത്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം നമ്മൾ 2024-25 കമ്പയർ ചെയ്യുകയാണെങ്കിൽ വൺ ഓഫ് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നീറ്റ് ഡിഫിക്കൽട്ടായിരുന്നു. മിക്കവരും BSc നഴ്സിംഗ് കോഴ്സ് ചൂസ് ചെയ്തവരായിരിക്കും, മിക്കവരും നീറ്റ് ഡ്രോപ്പേഴ്സ് ആയിരിക്കും ചിലപ്പോൾ. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും കോഴ്സസ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇതിലേക്ക് മൂവ് ചെയ്തവരായിരിക്കും. അങ്ങനെ ഒരുപാടധികം സ്റ്റുഡൻസുകളാണ് ഈ ഒരു പ്രാവശ്യം BSc നഴ്സിംഗ് ഓപ്റ്റ് ചെയ്തവര്. ഒരു 400ന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു 415ന്റെ ഒക്കെ മുകളിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു PNC MAKയിൽ ചാൻസ് ഉണ്ട് കിട്ടാനായിട്ട്. നിങ്ങൾ ഡോണ്ട് വറി, മാർക്ക് കുറഞ്ഞത് ഡോണ്ട് വറി. നിങ്ങൾക്ക് അത് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്കിപ്പം അലോട്ട്മെന്റ് വന്നാൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യം. പക്ഷെ ഇത് നമ്മളൊരു പ്രഡിക്ഷൻ ആണ് പറയുന്നത്. ബാക്കിയുള്ളവർ ടെൻസ്ഡ് ആവണ്ട, നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് ടൈമിൽ 6 അലോട്ട്മെന്റുകളായിരുന്നു ലാസ്റ്റ് ഇയർ വന്നിരുന്നത് PNC MAKയിൽ. ടൈം ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന ആകെ 3 അലോട്ട്മെന്റുകളായിരുന്നു. പക്ഷെ ബാക്കിയുള്ള സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് അവർ വീണ്ടും 3 അലോട്ട്മെന്റും കൂടി ചേർത്ത് ടോട്ടൽ 6 അലോട്ട്മെന്റുകളായിരുന്നു ലാസ്റ്റ് ഇയർ, 2025 സീറ്റ് ഫിൽ ചെയ്യാനായിട്ട് അവർ എടുത്തത്. അപ്പൊ ഈ 6 അലോട്ട്മെന്റ് വരാനായിട്ടുള്ള കാര്യം, PNC മാക്കിൽ ലാസ്റ്റ് ഇയർ 6 അലോട്ട്മെന്റ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് അപ്ലൈ ചെയ്ത കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ബാക്കിയുള്ള വെബ്സൈറ്റിലേക്ക് അവർ മൂവ് ചെയ്തു. അവർ PNC മാക്ക് ലീവ് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് സീറ്റ് അവൈലബിലിറ്റി വന്നു. അപ്പം ആ സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി അവര് സക്സസീവ് ആയിട്ടുള്ള അലോട്ട്മെന്റ്സുകൾ വീണ്ടും 3 അവര് PNC മാക്ക് പബ്ലിഷ് ചെയ്തത്. ഇനി നമ്മൾ അലോട്ട്മെന്റിന് സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമതായിട്ട് നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് തുടങ്ങുമ്പോഴേ നമ്മളുടെ അഡ്മിഷൻ ഫീ എന്തായാലും റെഡിയാക്കി വെക്കുക. ഓൾമോസ്റ്റ് 80,000 സംതിങ് ആണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഫീസ് 10,000 ആയിരിക്കും. ഇപ്പം ഒരു കോളേജിൽ സീറ്റ് സെക്യൂർ ചെയ്യണമെങ്കിൽ അവർ പലധികം മാനദണ്ഡങ്ങളായിരിക്കും വെച്ചേക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കോഷൻ ഡെപ്പോസിറ്റ് മാത്രം കൊടുത്തിട്ട് സീറ്റ് സെക്യൂർ ചെയ്യാം. അല്ലെങ്കിൽ വേറെ കുറെ കോളേജസ് പറയുന്നത് നിങ്ങൾക്ക് കോഷൻ ഫീയും അടയ്ക്കണം, അതുപോലെ തന്നെ അഡ്മിഷൻ അവിടെ ഇരിക്കണം, അല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ കോളേജ് അലോട്ട്മെന്റ് അനുസരിച്ച് ആ ഒരു പെർട്ടിക്കുലർ കോളേജ് നിങ്ങൾക്ക് സീറ്റ് കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഫീസ് എല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഓൾമോസ്റ്റ് 80,000 രൂപയാണ്, 80,000 സംതിങ് ആണ് ട്യൂഷൻ ഫീസ് ആയിട്ട് വരുന്നത്. പ്ലസ് കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, അത് 10,000 രൂപയാണ്. ഇപ്പൊ അവർ പറയുക നിങ്ങൾ കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആദ്യം 10,000 രൂപ കൊടുക്കുക. ട്യൂഷൻ ഫീസ് ആയിട്ട് ഈ 80,000 സംതിങ്ങിൽ നിന്ന് മൈനസ് 10,000 കുറച്ചിട്ട് എത്രയാണോ ബാക്കി ആ ഒരു ബാക്കി തുക നിങ്ങൾ കൊടുത്താലായിട്ട് മതി ട്യൂഷൻ ഫീസ് ആയിട്ട്. അത് കോളേജ് വൈസ് അത് വേരി ചെയ്യാം. ഓരോ കോളേജും പലതരം മാനദണ്ഡങ്ങളാണ് പറയുന്നത്. അപ്പൊ നിങ്ങളത് അഡ്മിഷൻ ഫീ റെഡിയാക്കി വെക്കുക.
ഇനി നമുക്ക് PNC മാക്കിനകത്ത് ഒരു കോളേജ് കിട്ടി, അതുപോലെ തന്നെ LBS കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യമേ തന്നെ നമുക്ക് അലോട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഇയർ ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് PNC MAK വെബ്സൈറ്റ് ആണ്. അതിനുശേഷമാണ് LBS അതുപോലെ തന്നെ AMCS FNCK ഒക്കെ വരുന്നത്. നമ്മൾ ടൈം ഷെഡ്യൂളിനകത്ത് PNC MAKയുടെ പ്രോസ്പെക്ടസ് നോക്കിയപ്പോഴത്തേക്ക് റിവൈസ്ഡ് എഡിഷൻ നോക്കിയപ്പോഴത്തേക്ക് ഈ വരുന്ന സെപ്റ്റംബർ 1 ഫസ്റ്റ് അലോട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് PNC MAK പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം LBSc കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റിൽ നിന്ന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് NOC സർട്ടിഫിക്കറ്റ് ആ ഒരു പെർട്ടിക്കുലർ കോളേജിൽ നിന്ന് വാങ്ങിക്കണം. അതിനുശേഷം നിങ്ങൾ നിങ്ങൾ എവിടെയാണ് പോകുന്നത് ആ ഒരു കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്രൈവറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തതിനും ഗവൺമെന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് വളരെ ലെസ് ചാൻസ് ആണ് കൂടി ആദ്യമേ തന്നെ പറയാം. ചിലപ്പോൾ അവര് തരത്തില്ലായിരിക്കും. ബിക്കോസ് ഒരു കുട്ടി പ്രൈവറ്റിൽ നിന്ന് വിട്ടിട്ട് ആ കുട്ടി ഗവൺമെന്റിലോട്ട് പോവുകയാണ്, ഗവൺമെന്റ് കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ചിലപ്പം അവർ സമ്മതിക്കത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങളൊന്ന് മുൻകൂട്ടി അറിയിക്കുക, അവിടുത്തെ പ്രിൻസിപ്പളിനെ ഒന്ന് കണ്ട് നിങ്ങൾ പറയുക ഇങ്ങനെ LBSc വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യേണ്ടി വരും, ഇവിടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് തരുമോ എന്നിങ്ങനെ നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുക. എനിക്കൊന്ന് മിക്ക കോളേജസും അങ്ങനെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ഗവൺമെന്റിലോട്ട് പോകാനായിട്ട് കൊടുക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവില്. ബട്ട് നിങ്ങൾ അഡ്മിഷന് മുമ്പായിട്ട് അതൊന്ന് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ട് മാത്രം ബാക്കി പ്രൊസീഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി പ്രൈവറ്റില്, പക്ഷെ അത് വേണ്ട, ഇനി അടുത്ത ഒരു കോളേജ് മതി, വേറെ ഇനി അടുത്ത ഓപ്ഷൻ വെക്കുന്ന കോളേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അവിടെ എന്താണ് മാനദണ്ഡം വെച്ചാൽ ഇപ്പൊ അവിടെ കോഷൻ ഫീ ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് പറയുമായിരിക്കും. സോ നിങ്ങൾ അതെന്ത് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് സെക്യൂർ ആയിട്ടുമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റിലേക്ക് നോക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് നിങ്ങൾ അഡ്മിഷൻ ഫീ ആയിട്ട് അടച്ച തുകയുടെ റെസീപ്റ്റ് തരും. ആ നിങ്ങൾ നെക്സ്റ്റ് അലോട്ട്മെന്റ്സിൽ ഏത് കോളേജാണ് കൂട്ടുന്നത് അവിടെ കൊണ്ടുപോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമേ PNC MAKനെ പറ്റി അറിയേണ്ടത്. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ ഫീയും കോഷൻ ഡെപ്പോസിറ്റ് ഫീയും ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഞാൻ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് അവിടെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് please do subscribe on our channel Vlogs by Sara, and also please do like, share